ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കെസാഡൽ ബിൽഡേഴ്സിൻ്റെ ഡാൻസിങ് വുഡ്സ് എന്ന് പറഞ്ഞ വില്ല പ്രൊജക്റ്റ് വിശേഷങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി പ്രാവശ്യം നമ്മുടെ വ്ളോഗ്സിൽ ഫീച്ചർ ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണിത്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ട് നമ്മുടെ വ്ളോഗ്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, പല ഘട്ടങ്ങളിൽ പല സ്റ്റേജസ് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകളൊക്കെ മൂവ് ചെയ്ത് തുടങ്ങി, പിന്നെ കുറേ വീടുകൾ ഹാൻഡ് ഓവർ ചെയ്തു, കുറേ വീടുകളുടെ വർക്ക് നടക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കറൻറ്റ് സ്റ്റാറ്റസ്. അപ്പം നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ, എസ്പെഷ്യലി ആലുവ ഏരിയയിലൊക്കെ ഒത്തിരി എൻക്വയറി വീടുകളുടെ വരാറുണ്ട്. അപ്പോൾ ഈ ആലുവ എയർപോർട്ട് ഈ ഭാഗത്തൊക്കെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രോജക്ട്സും നമ്മൾ അനലൈസ് ചെയ്യുമ്പം അത് ഈ ഫ്ലഡ് എഫക്റ്റഡ് ആയിരിക്കും, അങ്ങനെയുള്ള ലീഗൽ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം അങ്ങനെ അല്ലാത്ത വളരെ ചുരുക്കം ബിൽഡേഴ്സിൻ്റെ മാത്രമാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ എൻ്റർടൈൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ നന്നായിട്ട് സെയിൽ ചെയ്ത ഒരു പ്രോജക്റ്റാണ് ഈ കെസാഡൽ ബിൽഡേഴ്സിൻ്റെ ഡാൻസിങ് വുഡ്സ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സ്റ്റാറ്റസ് നിങ്ങളോട് പറയുക, അതുപോലെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2-3 ഓപ്ഷൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതാണ് ഈ ഒരു വ്ളോഗിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലൊക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ വളരെ അടുത്താണ്. ആലുവ രാജഗിരി ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് കൊച്ചിയിൽ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന് തന്നെ പറയാം. നമുക്ക് 500 മീറ്ററാണ് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഒരു പ്രോജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അതുപോലെ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് 500 മീറ്റേഴ്സാണ് വരുന്നത്. ആലുവ ടൗണിലേക്ക് ഒരു 5 കിലോമീറ്റേഴ്സാണ് വരുന്നുള്ളൂ. ഒരു 15 മിനിറ്റിൽ നമുക്ക് ആലുവ മെയിൻ ബസ് സ്റ്റാൻഡ്, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. മെട്രോ ആണെങ്കിൽ ഒരു 20 മിനിറ്റ്സിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജിക്കലി നല്ല രീതിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റാണ് ഡാൻസിങ് വുഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ്. ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ടോട്ടൽ 3 ഏക്കർ 75 സെൻറ്റാണ് വരുന്നത്. അതിൽ നമുക്ക് 38 വില്ലകളാണ് ഉള്ളത്. ഒരു 1800 സ്ക്വയർ ഫീറ്റ് തൊട്ട് 4000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. 5 സെൻറ്റ് തൊട്ട് 12 സെൻറ്റ് വരെയുള്ള ലാൻഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനീഷ്യലേക്ക് എടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ലാൻഡൊക്കെ കൂട്ടിയെടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ 12 സെൻറ്റിലുള്ള വീടുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊളോണിയൽ സ്റ്റൈലാണ്. അതായത് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഇതിൻ്റെ. ഇനി നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ഇതിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ആറ്റിക് ഉള്ള രീതിയിൽ 3 നിലയായിട്ട് പണിയാം. അല്ലെങ്കിൽ ആറ്റിക് ഇല്ലാത്ത രീതിയിൽ 2 നിലയിലും നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ആറ്റിക് ഉള്ള രീതിയിൽ 3 നിലയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആറ്റിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ ആറ്റിക് ഏരിയ, അതായത് അത് ശരിക്കും പറഞ്ഞൊരു 3rd ഫ്ലോറാണ്. ആ ഫ്ലോർ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്ന് കാണിച്ചെന്നൊരു ബിൽഡറാണ് കെസാഡൽ ബിൽഡേഴ്സ്. കാരണം അവരുടെ ഒരു എലിവേഷൻസ് എല്ലാം ആ ഒരു കൊളോണിയൽ ആ ഒരു സ്റ്റൈൽ എലിവേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ചെറിയ ഏരിയയിൽ, ഇപ്പോൾ 4 സെൻറ്റ് 5 സെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ചെറിയ ലാൻഡ് ഏരിയ ആണ് വരുന്നത്. അപ്പോൾ അതിൽ വീടുകൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ പ്ലാൻ റെഡിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡറാണ് കെസാഡൽ ബിൽഡേഴ്സ്. അതിപ്പോൾ ഈ ഡാൻസിങ് വുഡ്സ് മാത്രമല്ല, ഇവരുടെ പഴയ പ്രോജക്ട്സ് ആണെങ്കിലും പുതിയ പ്രോജക്ട്സ് ആണെങ്കിലും എല്ലാം ആ ഒരു ചെറിയ ഏരിയയിൽ എത്രത്തോളം നമുക്ക് ഏരിയ യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവരുടെ പ്രോജക്ട്സ് നമുക്ക് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അവൈലബിലിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 പ്ലോട്ടുകളാണ് ഇവിടെ ഇനി കൊടുക്കാനുള്ളത്.
അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്ലോർ പ്ലാൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ബിൽഡർ നമുക്ക് തരാറുണ്ട്. എലിവേഷൻ നമുക്ക് അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞിരുന്നു, ഒന്നില്ലെങ്കിൽ 3 നിലയിലേക്ക് പോവാം, ആറ്റിക് ഉള്ള ഒരു ഓപ്ഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ 2 നിലയിൽ നമുക്ക് ആറ്റിക് ഇല്ലാത്തൊരു ഓപ്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് അപ് ടു ദ കസ്റ്റമറാണ്. അവൈലബിലിറ്റിയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 പ്ലോട്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് 5 സെൻറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ 5 സെൻറ്റിൻ്റെ പ്ലോട്ട് എടുക്കുന്ന ഒരാൾ മിനിമം 2000 സ്ക്വയർ ഫീറ്റ് വീട് പണിയണം. 2000 എന്നുള്ളത് 2500 വരെയൊക്കെ ചെയ്യാം. ഞാൻ ഏറ്റവും മിനിമം പറയാം. 2000 സ്ക്വയർ ഫീറ്റ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം 1,09,00,000 രൂപ വരും, ഇൻക്ലൂസീവ് ഓഫ് ഓൾ. അതിന് നമുക്ക് എക്സ്ട്രാ വരുന്നത് ലാൻഡ് രജിസ്ട്രേഷൻ്റെ കോസ്റ്റ് മാത്രമാണ്. ബാക്കി നമ്മൾ GST, പിന്നെ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട്, KSEB എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ് ഞാൻ പറയുന്നത്. പിന്നെ വരുന്നൊരു പ്ലോട്ട് എന്ന് പറയുന്നത് 12 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടാണ്. അപ്പോൾ 12 സെൻറ്റിലും നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ വലിയ വീടുകൾ വെച്ചിട്ടുണ്ട്. 4000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളൊക്കെ ആൾക്കാർ ഇതിൽ വെച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വലിയൊരു പ്ലോട്ട് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 12 സെൻറ്റിൻ്റെ പ്ലോട്ട് അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 12 സെൻറ്റിലാണെങ്കിൽ മിനിമം 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നമ്മൾ പണിയണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2,30,00,000 ഇൻക്ലൂസീവ് ഓഫ് ഓൾ. അതിലും നമുക്ക് എക്സ്ട്രാ വരുന്നത് ലാൻഡ് രജിസ്ട്രേഷൻ കോസ്റ്റ് മാത്രമാണ്. ഇനി ഈ 12 സെൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ 2-6 സെൻറ്റായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 6 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ മിനിമം 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയണം. അപ്പോൾ നമുക്കതിൽ കോസ്റ്റിംഗ് വരുന്നത് 1,34,00,000. എഗെയിൻ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ആണ്. ലാൻഡ് രജിസ്ട്രേഷൻ മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് ഒന്നും കൂടെ പറയാം. അതായത് നമുക്കിതിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് 5 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് എടുക്കുക, 2000 സ്ക്വയർ ഫീറ്റ് പണിയാം. അല്ലെങ്കിൽ 12 സെൻറ്റ് അങ്ങനെ ഒരുമിച്ച് എടുക്കാം, 4000 സ്ക്വയർ ഫീറ്റ് പണിയാം. ഇനി അതല്ല, അത്രയും ബഡ്ജറ്റിലേക്ക് പോകണ്ട, ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ചെറിയ വീട് മതി എന്നുള്ളവർക്ക് ഇതിന് വേണമെങ്കിൽ 2-6 സെൻറ്റ് ആക്കിയിട്ട് 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാം. അപ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് 1,09,00,000 തൊട്ട് 2,30,00,000 ഈ ഒരു റേഞ്ചിലാണ് ആ ഒരു കോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അമ്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 25 അമ്യൂണിറ്റീസോളം ഉണ്ട് ഇതിൽ. അതായത് പൂള്, ക്ലബ് ഹൗസ്, ഒത്തിരി അമ്യൂണിറ്റീസ് വരുന്ന ഒരു പ്രൊജക്റ്റാണിത്. അത് ഞാനത് കാണിക്കാം. അത് എന്തൊക്കെ അമ്യൂണിറ്റീസ് എന്നുള്ളത് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, ഞാനത് വീഡിയോയിൽ കാണിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 6 മീറ്റർ വൈഡ് റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെഡ് ബ്രിക്സ് കൺസ്ട്രക്ഷനാണ്. ഇപ്പം അധികം ബിൽഡേഴ്സ് അങ്ങനെ റെഡ് ബ്രിക്സ് ഉപയോഗിച്ചിട്ടുള്ള വീടുകൾ പണിയുന്നില്ല. വളരെ കോസ്റ്റ്ലിയാണ് റെഡ് ബ്രിക്ക് കൺസ്ട്രക്ഷൻ. അപ്പം നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി റെഡ് ബ്രിക്സ് കൺസ്ട്രക്ഷനാണ് വരുന്നത്. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം സൈറ്റിൽ വർക്ക് നടക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയും കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ കേബിളിംഗ് എല്ലാം അണ്ടർഗ്രൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. KSEB, ഇൻ്റർനെറ്റ്, കേബിൾ TV ഒക്കെ. അതായത് ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് പോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കാണാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് മേജർ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് വെൽ വാട്ടറാണ് ഇവിടെ വരുന്നത്. നല്ല വെൽ വാട്ടറാണ് ഇവിടുത്തെ മേജർ വാട്ടർ സോഴ്സ് ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലീഗൽ സൈഡിലേക്ക് വരാണെങ്കിൽ എല്ലാ ലീഡിങ് ബാങ്കും അപ്രൂവ്ഡ് ആണ്, RERA അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ ഒറിജിനൽ ലാൻഡാണ്, ഫ്ലഡ് എഫക്റ്റഡ് അല്ല. നമ്മൾ ആലുവ ഭാഗത്ത് ഏത് പ്രൊജക്റ്റ് ഇട്ടാലും നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലഡ് എഫക്റ്റഡ് ആണോ എന്നുള്ളത്. അത് നമ്മൾ നോർമലി ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒന്നും തന്നെ നമ്മൾ മാർക്കറ്റിങ്ങിന് എടുക്കാറില്ല. ഇതിന് മുൻപാണെങ്കിലും ഇനി വരുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് ഒരു പ്രോജക്റ്റ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആലുവ നമുക്ക് ഒത്തിരി നല്ല എൻക്വയറീസ് വരാറുണ്ടെങ്കിൽ പോലും വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി ആലുവ എയർപോർട്ടിനെ ബേസ് ചെയ്തിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് എഗെയിൻ ഒരു വ്ളോഗായിട്ട് തന്നെ ഇടാനായിട്ടുള്ളൊരു റീസൺ. അപ്പം ഈ ഒരു 2 ഓപ്ഷൻസാണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ഇനി അവൈലബിലിറ്റി ഉള്ളൂ. ബാക്കി എല്ലാം സോൾഡ് ഔട്ട് ആയി. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സൈറ്റ് കാണാനുമായിട്ട് നമ്മുടെ ഈ ഒരു ഇതിൽ കാണുന്ന ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് ഒരു അപ്ഡേറ്റും കൂടെ എനിക്ക് ഈ ഒരു വ്ളോഗിൽ തരാനുണ്ട്. നമ്മൾ ഇവരുടെ തന്നെ ആഫ്റ്റർ ദ റെയിൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ലൊക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് കാരണം വിത്തിൻ 3 months ആ കംപ്ലീറ്റ് വില്ല നമുക്ക് സെയിലാക്കാൻ പറ്റി. അതൊരു 1 ഏക്കർ 10 സെൻറ്റിൽ 16 വില്ലകൾ വരുന്ന ഒരു പ്രീമിയം ഇക്കോ ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാക്കനാട് പള്ളിക്കര ആ റോഡ് ഫ്രണ്ടേജ് ആയിട്ട്, ആ സ്റ്റേറ്റ് ഹൈവേ ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് സെയിലാക്കാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണ് ആഫ്റ്റർ ദ റെയിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ സെയിലായ വീടുകളുടെയൊക്കെ വർക്ക് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ നിയറസ്റ്റ് ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടർലയാണ്. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ വണ്ടർലയിലേക്ക്. അപ്പോൾ അതിൽ നമുക്ക് ഒരു പ്ലോട്ട് അവൈലബിലിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കമ്പനി ഇത് ഹോൾഡ് ചെയ്തതാണ്. കാരണം നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ മെറ്റീരിയൽസ് വെക്കലും പിന്നെ സ്റ്റാഫിൻ്റെ ചെറിയ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു പ്ലോട്ടിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്ലോട്ടാണ്. 7 സെൻറ്റാണ് വരുന്നത്. അതിൽ മിനിമം നമ്മൾ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ
വില്ല നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഏകദേശം കോസ്റ്റ് വരുന്നത് 1,80,00,000 ഇൻക്ലൂസീവ് ഓഫ് ഓൾ, പ്ലസ് നമുക്ക് ലാൻഡ് രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പം ചില ആളുകൾക്ക് ഇങ്ങനെ ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്ലോട്ടുകളൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും. ആ പ്രോജക്റ്റ് തന്നെ കംപ്ലീറ്റ്ലി ഹൈവേ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് പെട്ടെന്ന് സെയിലാക്കാൻ പറ്റുന്നത്. അത് സ്റ്റേറ്റ് ഹൈവേ ആണ് വരുന്നത്. പിന്നെ ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബൂമിങ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. തൊട്ടടുത്ത് മനക്കക്കടവ്, വാട്ടർ മെട്രോ, പിന്നെ ഇൻഫോ പാർക്ക് ആണെങ്കിലും കലക്ട്രേറ്റ് ആണെങ്കിലും എല്ലായിടത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ്സിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രൊജക്റ്റുമാണ്. ആ ഒരു ഇക്കോ ഫ്രണ്ട്ലി ഡിസൈനൊക്കെ ആയിട്ട് നല്ലൊരു കിടിലം പ്രൊജക്റ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരു അവൈലബിലിറ്റിയും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലോട്ട് നമുക്ക് അവൈലബിൾ ആണത്. അപ്പോൾ അതും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. കാരണം അതൊരു എഗെയിൻ ഒരു വ്ളോഗായിട്ട് ചെയ്യേണ്ട ഒരു സമയമായിട്ടില്ല. കാരണം അത് നമ്മളൊരു ഫിനിഷിങ് ടൈമിൽ നമ്മൾ അതിൻ്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടൊരു വ്ളോഗ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ഈ 2 പ്രൊജക്ട്സാണ് നമ്മൾ ഈ ഒരു വ്ളോഗിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്. ഒന്ന് ഡാൻസിങ് വുഡ്സ്, അതിൽ ഞാൻ പറഞ്ഞു 2 പ്ലോട്ടും കൂടിയാണ് കിടക്കുന്നത്. വില്ലയായിട്ടാണ് തരുള്ളൂ, ഓക്കെ, പ്ലോട്ടായിട്ട് തരില്ല. അപ്പം അത് നമുക്ക് അതിൻ്റെ കോസ്റ്റിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി രണ്ടാമത്തത് ആഫ്റ്റർ ദ റെയിൻ ആണ്. അതിൽ നമുക്ക് 7 സെൻറ്റിൻ്റെ ഒരു നല്ലൊരു പ്ലോട്ട് ഉണ്ട്. 2,500 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് മിനിമം അതിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. 7 സെൻറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3,000 സ്ക്വയർ ഫീറ്റോ 3,500 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ ചെയ്യാം. അത് നമ്മുടെ ഒരു ബഡ്ജറ്റൊക്കെ അനുസരിച്ചിട്ടാണ്. അത് ഓൾറെഡി ഒരു 2,500 സ്ക്വയർ ഫീറ്റ് തൊട്ട് 4,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ അവിടെ ഉണ്ട്. അത് നല്ലൊരു പ്രീമിയം എക്കോ ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് ഉള്ളവർക്ക് ആ ഒരു ഓപ്ഷനും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് 2 ലൊക്കേഷനിലുള്ളതാണ് നമ്മൾ ഈ ഒരു വ്ളോഗിൽ കവർ ചെയ്തത്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.